ഹലോ ചേട്ടാ, ചേട്ടാ ആരെങ്കിലും ഉണ്ടോ അവിടെ? ചേട്ടാ ഹലോ, ആരാ? എന്തോ അത് ചേട്ടാ, ഞാനിവിടെ പാന്റ് ഇല്ലാതെ നിക്കാണ്, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. ഞാൻ അത്തരക്കാരനല്ല. അതല്ല, ഞാൻ അബദ്ധത്തില് എന്റെ പാന്റ് വെന്റിലേറ്ററിന്റെ മേലെ വെച്ചാണ്, ഇപ്പൊ കാണല്ല. സത്യത്തിൽ നീ പാന്റ് ഇട്ടോണ്ടാണോ വന്നേ? ഞാൻ പാന്റ് ഇട്ടുണ്ടോ വന്നത്? ഞാനല്ല ഊരിയത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് വലിയ തൊല്ലല്ലേ. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. താങ്ക് യു. ഓരോരുത്തരുടെ കോള് ഒപ്പിച്ചോണ്ട് വരും, തുണിയില്ലാതെ അതിനകത്ത് ഇരിപ്പുണ്ട്. എന്തോ ചെയ്യാന്ന് പറ. നീ എവിടെ ആയിരുന്നു? നീ ടീ ചാപ്പിട്ട് ഒരുത്തന്നെ അവിടെ തുണിയില്ലാന്ന് ഇപ്പോണ്ട്. അവന്റെ പാന്റ് കണ്ടില്ല. അപ്പിടിയല്ല, അപ്പിയിടാൻ കേറിയില്ല. വാ, അവന്റെ പാന്റ് നോക്കട്ടെ, എളുപ്പം വാ. ആദ്യം പാമ്പുണ്ടോ നോക്കാം, പിന്നെ പാന്റ് ഉണ്ടോ നോക്കാം. ഹലോ ചേട്ടോ. ചേട്ടാ വന്നോ? ഞാനിവിടെ വന്നു. പാന്റ് കിട്ടിയാ? പാന്റ് കിട്ടിയില്ല, ഒരു 15 രൂപ ഇവിടെ കിടപ്പുണ്ട്. ഒരു ക്രീം കളർ പാന്റും ബെൽറ്റും. ക്രീമും ഇല്ല, പാന്റും ഇല്ല, പിന്നെ ആ ബെൽറ്റ് ഒന്നുകൂടി നോക്ക്. ഇല്ലെന്നേ, എന്റെ ലൈറ്റ് ഇരിപ്പുണ്ട്, ഞാൻ ഇവിടെ അടിച്ചു നോക്കോ. ഇല്ല. അയ്യോ, പിന്നെ ആ പാന്റോട് പോയി. പിന്നെ അത് എന്നോടാണോ ചോദിക്കുന്നേ? ഇല്ലേ ചേട്ടാ, ഒരു ഉപകാരം ചെയ്യോ? എന്താ? പുറത്തു പോയിട്ട് നാണം മറക്കാൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ട് വരുമോ പ്ലീസ്? ഒരു കാര്യം ചെയ്യും. വാ ചേട്ടാ. തിരുനെൽവേലി. സാറേ, എത്ര നേരം എന്ന് പറഞ്ഞാൽ കൈക്കുഞ്ഞുമായിട്ട് ബസ്സിലിരിക്കുന്നത്? ഞങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ? ഇത് എനിക്ക് നാളെ സമരത്തിന് പാടില്ലാണ്. ഏത് സമരത്തിന്? ആർക്കറിയാം, എനിക്ക് സമരം ചെയ്താൽ മതി. ഇയാൾ അവിടെ പോയി കിടക്കാണ്. அண்ணா பேடியாவன அண்ணா. அண்ணா பயப்படாதீங்க அண்ணா. நான் இந்த கம்பன்சேஷன்ல ஆளுதான். அப்படியா? நான் லைட் ஆஃப் பண்றேன், நீங்க வெளியில வாங்க. ஓ, ரொம்ப நன்றி அண்ணா, சீக்கிரம் போங்க. சரிண்ணா. போய் தோலே. എന്തായാലും അവന്റെ ഫ്രണ്ട് ഒന്ന് മറഞ്ഞാ മതി. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? ചേട്ടാ, ഒന്നുമില്ലാതൊരുത്തൻ ആ ബാത്റൂമിനകത്ത് നിൽപ്പുണ്ടേ. അപ്പൊ അവന്റെ നാണം ഒന്ന് മറക്കാൻ. നീ എന്തിനാ ഫ്ലെക്സ് കയറണേ? ഫ്ലെക്സ് അല്ലെ, നാണം ഒന്ന് മറക്കാൻ. അവനെ നാളെ മറിക്കാൻ ഫ്ലെക്സ് കയറിയേക്കുന്നു. എത്ര നേരമായി ചേട്ടാ? എന്നാ പിന്നെ അവന്റെ ബാഗ് എടുത്തു കൊടുക്ക്, നമുക്ക് പോവാൻ. അല്ല, നിങ്ങളിങ്ങനെ പിടിച്ചോണ്ട് പോവല്ലേ, അയാൾ വരാൻ. ചേട്ടൻ കൊണ്ട് കൊടുക്കേണ്ട പണിയില്ല മനുഷ്യൻ. എന്തൊരു കഷ്ടോടെ ഇത്. പക്ഷെ നിങ്ങളെന്നെ വലിച്ചോണ്ട് ഓടല്ലേ? അരിയട ഒന്ന് ഇറങ്ങി പോണ താണ്ടെ കുമാരനെ കൊല്ലുണ്ടാടേ. ഇപ്പൊ കാണാൻ എവിടാ നീ പറഞ്ഞ തുണി കണ്ടിരിക്കണ ആള്? ഒരു പാവം മനുഷ്യനായിരുന്നു. പുള്ളിയുടെ പാന്റ് അരണ്ടങ്ങ് എടുത്തോണ്ട് പോയെന്ന്. പിന്നല്ലേ അനിയ, വിഷമിക്കണ്ട. ഒരു 2 സെക്കൻഡ് ഒരു മുണ്ടെടുത്തോണ്ട് ഞാൻ ഇപ്പൊ വരാം. ഒന്ന് മാറും, ഒന്ന് വഴിന്ന് മാറ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് നീയാണ്. അനിയ, ഇത് പിടിച്ചോ. എന്ത് പരിപാടിയാണ് ഏട്ടാ കാട്ടിയത്? എന്തിനീ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത്? അതൊന്നും കാര്യമൊക്കെ ഉണ്ട്, എടുത്തോണ്ട് വേഗം വാ. ആൾക്കാർ നല്ല കലിപ്പിലാണ്. വേഗം വാ 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 വാ. മുണ്ടെങ്കിൽ മുണ്ട്. ചേട്ടാ, ഇന്നലെ ഒരു വീഡിയോ വൈറലായില്ലേ? ആ പുള്ളിയുടെ വീട് ഇതാണോ? ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണോ? ഇന്നലെ ഇട്ട വീഡിയോ അത് വൈറലായ? 1 മില്യൺ അടിച്ചു. 1 മില്യൺ. 1 മില്യനാ? ഞാനാണത്. അത് ചേട്ടാ. അതെ അതെ. ഇത് പിടി 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 പിടി. ഞാൻ തിരിച്ചിട്ട് വരാം. ഒറ്റ മിനിറ്റ്. ചേട്ടാ, ഈ വൈറലായ അയാളുടെ വീട് ഇതാ വീട്.
ഇത് റിപ്പോർട്ടർ ചാനലാണ്. അതെ. മറ്റേ മുട്ടയില്ലേ? ഇല്ല ഇല്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വാ, 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 വാ. അമ്മേ നമ്മൾ പഴയ ആൾക്കാരല്ല, സെലിബ്രിറ്റികളാണ്. മനുഷ്യൻ നിങ്ങൾക്ക് നാടല്ലേ? റീൽസ് ചെയ്യുന്നവർക്ക് എന്തോന്ന് നാണോടി. അമ്മേ ഇങ്ങനെ നിൽക്കാതെ വല്ല വെള്ളോ ചായോ എടുത്ത് അടിച്ച് കേറി വാ. നീയും വാ. ദൈവമേ കുടിച്ചില്ല. എന്തായാലും ഇത്രയും പെട്ടെന്ന് വൈറലാവുന്നു അല്ലേ? എന്തോ വിനോദിനൊന്നും വിളിക്കും. എന്തേ? വിനോദിനെ അല്ല, വിനോദ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇന്ന് ഞായറാഴ്ചയിലാവും. ഒരു 10-10:30 മണിയാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. ഇപ്പൊ എന്റെ ഭാര്യയും എന്നെ എടുത്താൽ അല്ല വിനോദും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് വിനോദിന്റെ പേരൊക്കെ എങ്ങനെ പഠിച്ചാൽ എനിക്കറിഞ്ഞു. ഒരു മിനിറ്റ്, ഇപ്പോൾ വിളിച്ചിട്ട് വരാം. താങ്ക് യു. ദാ വിനോദേ. വിനോദേ. ദാ വിനോദേ, ചേട്ടനൊരു നല്ല കാലം വരുമ്പോ ഇങ്ങനെയാടാ റൂമിൽ കയറി കിടക്കുന്നത്. വിനോദേ. ദാ വിനോദേ, സംഭവം വൈറലായി. ദാ, ഏഷ്യാനെറ്റ്, 24 നമ്മളെ റിപ്പോർട്ട് എല്ലാവരും താഴെ വന്നിട്ടുണ്ട്. എന്തിന്? എടാ, എന്റെ റീൽസ് വൈറലായി. ഞാൻ ഫേമസ് ആണ് ഇപ്പൊ. നീ വാങ്ങട്ടെ, നമുക്ക് പറയാലോ ശ്രീരാജിന്റെ അനിയനാണെന്ന്. എന്റെ വയറ്. ഇനി BBC കൂടെ വരുള്ളൂ, ബാക്കി എല്ലാവരും എന്റെ അനിയൻ. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബസ് സ്റ്റാൻഡിൽ നഗ്നതാ പ്രദർശനം നടത്തിയ വിനോദ് എന്ന ചെറുപ്പക്കാരന്റെ വീടിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് വിനോദ്. പറയൂ വിനോദ്, എന്താണ് പറയാനുള്ളത്? വിനോദ്, ഈ നഗ്നതാ പ്രദർശനം അവിചാരിതമായി സംഭവിച്ചതാണോ അതോ വൈറലാകാൻ വേണ്ടി താങ്കൾ മനഃപൂർവ്വം ചെയ്തതാണോ? നഗ്നതാ പ്രദർശനം? ഞാനോ? നമ്മുടെ മോനെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന്. തുണി പൊക്കി കാണിച്ചെന്ന്. ശ്രീരാജല്ല, വിനോദ്. വിവാഹപ്രായം കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തതിന്റെ പ്രതിഷേധമാണോ ഇത്? ചികിത്സയല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സിനിമയുടെ ഭാഗമായിരുന്നെങ്കിൽ ഉറപ്പായും ഇതിന് A സർട്ടിഫിക്കറ്റ് കിട്ടിയേനെ. ഇത് പാരാഫീലിയ എന്ന മനോരോഗ പട്ടികയിൽ വരുന്ന ഒരുതരം എക്സിബിഷനിസമാണ്. PSC ടെസ്റ്റ് എഴുതി സർക്കാർ സർവീസിൽ കയറിയ ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് ഇങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് എഴുതാതെ കയറിയവരുടെ അവസ്ഥ എന്തായിരിക്കും? KSRTC കംഫർട്ട് സ്റ്റേഷനിലെ ലേഡീസ് ടോയ്ലറ്റിൽ അതിക്രമിച്ച് കയറിയ യുവാവ് നടത്തിയ നഗ്നതാ പ്രദർശനം കേരളത്തെ ഒന്നാകെ ഉത്കണ്ഠയിലാക്കിയിട്ടുണ്ട്. യെസ് അജിത, നമ്മുടെ സുനിൽ, റിപ്പോർട്ടർ സുനിൽ ലൈനിലുണ്ട്. വിനോദ് എന്ന ചെറുപ്പക്കാരൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് കൂടിയും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അത് സമൂഹത്തിന് തന്നെ വളരെയധികം ദോഷകരമാണ്. വിനോദിന്റെ അച്ഛന്റെ കടയിൽ നിന്ന് മാസപ്പടിക്ക് സാധനം വാങ്ങുന്ന അയൽവാസിയായ ചേട്ടൻ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? അവനാള് പാവാണ്. ഞങ്ങള് സ്ഥിരമായിട്ട് കാണുന്നതാണ് ആശാനെ. ഒരു പുരുഷന്റെ ടോയ്ലറ്റിലേക്ക് ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ ഇങ്ങനെ കയറി പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അന്ത്യചർച്ച ഇവിടെ നടത്തുമായിരുന്നു. ഈ തുണിമുക്കി കാണിച്ചെന്ന് പറയുന്ന പയ്യില്ലേ, അവന്റെ പേരെന്ത്? എന്തൊരു വിനോദ്. അഴുക്ക പയ്യൻ. അവന്റെ അച്ഛൻ അതിനേക്കാൾ വഴി. ഈ പുരുഷ മേധാവിത്വം പബ്ലിക് ടോയ്ലറ്റിന്റെ, അതും ലേഡീസ് ടോയ്ലറ്റിന്റെ മുന്നിൽ വന്ന് നിന്ന് പൗരുഷം പ്രദർശിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇവന്റെ ചെത്തി പട്ടി കഴിഞ്ഞിട്ട് കൊടുക്കണം. സ്ത്രീകളുടെ ഡോറി മുട്ടുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വിവരം ഞങ്ങൾ മലയാളികൾക്കുണ്ട്. ഞങ്ങള് കഴിക്കുന്നതും അരിയാഹാരമാണ്. തനിക്കിത്ര മുട്ടി നിൽക്കുവാണെ താൻ പോയി പെണ്ണ് കെട്ടോ. ഭയങ്കര കഷ്ടം. നിനക്കൊക്കെ ആര് പെണ്ണ് തരാനാടാ?